ഞാൻ ഈ പ്രസംഗം കേൾക്കുന്ന ആളുകൾക്കിടയിൽ അന്യമതസ്ഥരായ ആളുകളുണ്ടെങ്കിൽ അവരെ ബഹുമാനിച്ച് മാത്രം ഇടപെടാൻ ശ്രമിക്കുന്ന ഒരു സുവിശേഷകനാണ്. അതിൻ്റെ കാരണം ഈ മലയാള ബൈബിൾ നമ്മുടെ പക്കലേക്ക് ഇന്ന് ഇങ്ങനെ തന്നിരിക്കുന്നത് നമ്മുടെ ആരുടെയും കഴിവല്ല. ഇത് ഹൈന്ദവ സഹോദരന്മാരുടെ ശ്രമഫലമായിട്ടാണ് ഈ പുസ്തകം നമ്മുടെ കയ്യിൽ ഇങ്ങനെ ഇരിക്കുന്നത്. പല ക്രിസ്ത്യാനിക്കും അതറിയില്ല. ഇത് വാങ്ങിയിട്ട് മുത്തിയിട്ട് തിരിച്ച് ഷെൽഫി വെക്കുക നമ്മളീ പലതും ചെയ്യുന്നെങ്കിൽ ഈ പുസ്തകം നമ്മുടെ പക്കൽ എത്തിച്ചു തന്നത്, ഇതിൻ്റെ പരിഭാഷ നിർവഹിച്ചത് ഹൈന്ദവ സുഹൃത്തുക്കളാണ്. നമുക്ക് സന്തോഷമില്ല അത് കേട്ടിട്ട്? ഈ പുസ്തകം വായിക്കുന്ന ഓരോ ക്രിസ്ത്യാനിയും ഈ നാട്ടിലെ ഹൈന്ദവ സഹോദരന്മാരോട് കടപ്പെട്ടിരിക്കുന്നു. കാരണം അവരാണ് ഈ പുസ്തകം നമുക്ക് തന്നത്. നിങ്ങൾക്ക് സന്തോഷമില്ല? അതിൽ സന്തോഷമുണ്ട്. സന്തോഷമുണ്ട്. എങ്ങനെയാണെന്ന് കൂടി പറയാം. മലയാള ഭാഷയിൽ നമുക്ക് ബൈബിളില്ല. അപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്, പുരോഹിതന്മാർ സുറിയാനിയിൽ ഇതൊക്കെ വായിക്കും. നമ്മളത് കേട്ടിട്ട് ആമേൻ എന്ന് പറഞ്ഞിട്ട് തിരിച്ചു പോരും. എന്നാന്നൊന്നും മനസ്സിലാകുന്നില്ല, ആമേൻ എന്ന് പറഞ്ഞിട്ട് തിരിച്ചു പോരും. ഈ മറ്റൊരു ഭാഷയിൽ സംസാരിക്കുന്ന പലപ്പോഴും നമുക്ക് മനസ്സിലാവില്ല. അപ്പോൾ എന്തു ചെയ്യും? നമ്മൾ ആമേൻ പറഞ്ഞിട്ട് പോരും. നിങ്ങളുടെ മാത്രം പ്രശ്നമില്ല, എൻ്റെ കൂടി ഒരു അനുഭവം തുറന്നു പറയാമല്ലോ. എന്നോടൊത്തൊരു പരിഭാഷയ്ക്ക് വിളിച്ചു. ഈ പരിഭാഷയ്ക്ക് ചെല്ലുമ്പോൾ അദ്ദേഹം ഇംഗ്ലീഷല്ല പറയുന്നത്, സ്പാനിഷാണ്. ഇംഗ്ലീഷ് പോലെ ഇരിക്കും, പക്ഷേ സ്പാനിഷാണ്. ആ പാടെ വിഷമിച്ച് നടക്കുകയാണ്. അപ്പോൾ ഈ വന്ന പുള്ളികളോർത്ത് പുള്ളിക്ക് ഇംഗ്ലീഷ് അറിയാം, തട്ടിമുട്ടിപ്പോലും ഇംഗ്ലീഷ് അറിയില്ല, സ്പാനിഷാണ്. ഞാൻ പറഞ്ഞ് പേടിക്കേണ്ട, അതിന് വഴി നമ്മുടെ മുമ്പിലുണ്ട്, ഇരിക്കാൻ പറഞ്ഞു. നമ്മൾ അദ്ദേഹത്തോട് ഇംഗ്ലീഷ് പറഞ്ഞാൽ മനസ്സിലാവില്ല, മലയാളം ഒട്ടും മനസ്സിലാവില്ല. അതവിങ്ങനെ പറഞ്ഞു വന്നപ്പോൾ എനിക്കതിലെ ഈ ഇംഗ്ലീഷിനോട് സിമിലറായ ചില പദങ്ങൾ പിടിയിട്ടിട്ട് വിശദാംശങ്ങളൊക്കെ ചോദിച്ചു. അപ്പോൾ ഒരു വിധത്തിൽ അതേ ഇങ്ങോട്ട് പറഞ്ഞു വന്നപ്പോൾ ഞാൻ പറഞ്ഞു, ഓക്കെ പ്രസംഗിച്ചോളാം. അദ്ദേഹം എഴുന്നേറ്റ് നിന്ന് ഒരു പ്രസംഗം അങ്ങ് പറഞ്ഞു. ഞാനും അദ്ദേഹം പറഞ്ഞ കൂടത്തിൽ അതേ താളത്തിൽ തരക്കേടില്ലാത്ത വേറൊരു പ്രസംഗം അവിടെ ഒന്നങ്ങ് പറഞ്ഞു. കാരണം ഈ വായിച്ച വാക്യം വന്നപ്പോഴേക്കും മനസ്സിലായി, സക്കായി അത്തിയെ കയറിയ ഇറങ്ങുമെന്ന് എനിക്കറിയാം. ഇന്ന് നിൻ്റെ വീട്ടിൽ ഞാൻ പാർക്കുമെന്നും യേശു പറയുമെന്നറിയാം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വഴിക്കൊരു പ്രസംഗം, ഞാൻ എൻ്റെ വഴിക്ക് വേറെ പ്രസംഗം. അപ്പോൾ അതുകൊണ്ടൊരു ഗുണമുണ്ട്. എന്താ ഗുണം പറയാം? സ്പാനിഷ് അറിയാവുന്ന ആരെങ്കിലും അവിടെ ഉണ്ടെങ്കിൽ അവർക്ക് സ്പാനിഷിലൊരു പ്രസംഗം, മലയാളികളുണ്ടെങ്കിൽ മലയാളത്തിൽ എൻ്റെ വേറൊരു പ്രസംഗം. ഇത് രണ്ടും അറിയാവുന്നവരുണ്ടെങ്കിൽ ഒരേ സമയത്ത് രണ്ട് പ്രസംഗം. നിസ്സാര കാര്യമാണോ? അതങ്ങനെ ആ ദിവസം പോയി. സന്ധ്യയായി വിശ്വസമായി ഒന്നാം ദിവസം എന്ന് പറഞ്ഞാൽ അത് പോയി. ഇതൊരു മറുവശ പറയുക. ഈ ഭാഷാപരമായി പ്രശ്നം ഇങ്ങനെ നിൽക്കേ, നമുക്കൊരു ബൈബിൾ ഉണ്ടാകണം, നമുക്കൊരു പുസ്തകം ഉണ്ടാകണം മലയാളത്തിൽ. നമുക്ക് മലയാളത്തിൽ പുസ്തകമുണ്ടാകാൻ അന്ന് ശ്രമം നടത്തി. അപ്പോൾ കായംകുളം ഫിലിപ്പോസ് റമ്പാൻ എന്നു പേരായ പുരോഹിതൻ ഒരു ബൈബിൾ പരിഭാഷയുടെ ശ്രമം നടത്തി. പക്ഷെ ആ പരിഭാഷയിൽ ഒട്ടേറെ പ്രശ്നങ്ങൾ അന്നത്തെ മലയാളത്തോട് യോജിക്കുന്നില്ല. ഇത് വന്നപ്പോൾ കോട്ടയത്ത് CMS കോളേജിൻ്റെ സ്ഥാപകരിൽ പ്രമുഖനായ ബെഞ്ചമിൻ ബെയ്ലി ഇവിടെ വന്നു. ഈ ബെയ്ലിയാണ് നമ്മുടെ മലയാള അക്ഷരങ്ങൾ ഇങ്ങനെ വളച്ച് റെഡിയാക്കി തന്നത്. പണ്ട് ഈ എഴുതുന്നത് ഈ ജനൽ പോലെയായിരുന്നു, കട്ടള പോലെയായിരുന്നു. പുള്ളിക്കാരനാണ് അതിങ്ങനെ ആക്കി തന്നത്. ചതുരവടിയുള്ള അക്ഷരങ്ങളെ വട്ടെഴുത്താക്കി മാറ്റിയത് ആരാ? ബെയ്ലിയാണ്. ബെയ്ലി കഞ്ഞിക്കുഴിയിലും പാമ്പാടിയിലും പരിസര പ്രദേശങ്ങളിലുമൊക്കെ ഉള്ള കൊല്ലപ്പണി ചെയ്യുന്ന സുഹൃത്തുക്കളുടെ വീട്ടിലെത്തി രാവെളുക്കോളം ഇരുന്നു കൊണ്ട് ഇരുമ്പിൽ ഉരുക്കിയെടുത്ത് ഈ അക്ഷരങ്ങൾ ഉണ്ടാക്കാൻ അവരെ ഇങ്ങനെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെയാണ് ആദ്യത്തെ ബൈബിളിൻ്റെ പരിഭാഷയുടെ ഈ അച്ചുകൂടം ചെയ്യാനുള്ള പണി നടക്കുന്നത്. ഈ ഘട്ടത്തിൽ ബെയ്ലി അവർ ചെയ്തത് മുഴുവൻ ബൈബിളും മലയാളത്തിൽ കിട്ടാൻ വേണ്ടിയിട്ട് പരിഭാഷ നിർവഹിക്കാൻ ചെന്ന് സമീപിച്ചത് പ്രമുഖരായ 3 പേരെയാണ്. ഒന്ന്, മോസസ് ഇസാർവതി എന്നു പേരായ ഒരു യഹൂദൻ. 2, അദ്ദേഹം കൊച്ചി സ്ഥിരതാമസക്കാരനാണ്. 2, വൈദ്യനാഥ അയ്യർ എന്നു പേരായ ഒരു സംസ്കൃത മലയാള പണ്ഡിതൻ. 3, ചാത്തു മേനോൻ എന്നു പേരായ ഒരു സംസ്കൃത മലയാള ഇംഗ്ലീഷ് തമിഴ്
കന്നഡ, ആ ഭാഷകളിൽ അവഗാഹമുള്ള ഒരു മാന്യൻ. ഈ 3 പേര് ചേർന്നാണ് ബൈബിളിൻ്റെ പരിഭാഷ. മനസ്സിലായോ? അല്ല, നമ്മുടെ ആളുകളുടെ വക്കലായി തന്നിരുന്നെങ്കിൽ ഇതൊരു പരുവമാക്കി കൊടുത്തേനെ അല്ലേ? അകപ്പാടെ ഇതൊരു പരുവാക്കി കൊടുത്തേനെ. എന്തിനാ നമ്മൾ മറ്റുള്ള ആളുകളെ പറയുന്നത്? ഇപ്പം നമ്മുടെ ആളുകളുടെ കയ്യിലേക്ക് ഈ ബൈബിൾ പരിഭാഷപ്പെടുത്താൻ കൊടുത്തെങ്കിൽ ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായം അബ്രഹാമിനെ കുറിച്ചൊക്കെയുള്ള ഭാഗം, അല്ലെങ്കിൽ സങ്കീർത്തനം 1:1 ഏത് പരുവത്തിലാക്കുമെന്ന് കേട്ടു. സങ്കീർത്തനം 1:1 എഴുതാൻ നമ്മോട് പറഞ്ഞിരുന്നെങ്കിൽ നമ്മുടെ ഒരു ഭാഷയുണ്ടല്ലോ, അതിലെങ്ങനെ പറയും? അതേ ദുഷ്ടന്മാരുടേതായിരിക്കുന്നതായ ആലോചന പ്രകാരം നടക്കുവാൻ തക്ക ഇടയാക്കി തീർത്തുകൊണ്ടിരിക്കുന്നതായിട്ടുള്ളതായിരിക്കുന്ന ഇങ്ങനെ പോവല്ലാതെ ഒരു ഉത്തരം വരുമോ? ഇടയ്ക്കൊരു 3 കല്ലലിയായും 2 സ്തോത്രവും കയ്യിൽ നിന്നും കിട്ടണം ഈ പറഞ്ഞു, എങ്കിലേ നമ്മുടെ ആ ഭാഷ വരുള്ളൂ. എന്തിന് ഇത്രയും പറയുന്നു? ഒരു മാസകം നടത്തുമ്പോൾ മാമൂടൂന്ന് ചങ്ങനാശ്ശേരിയിൽ വന്നിരുന്ന ഒരു വിശ്വാസിയോട് സാക്ഷി പറയാൻ പറഞ്ഞാൽ പറയും, മാമൂടിൻ്റെതായിരിക്കുന്നതായിട്ടുള്ളതായ പ്രാന്തപ്രദേശത്തുനിന്നും ചങ്ങനാശ്ശേരിയുടേതായിരിക്കുന്നതായിട്ടുള്ളതായ അമേ സ്തോത്രം ഗ്ലോറി പ്രൈസിലോട് അരിക്കുന്നതായിട്ടുള്ളതായ ഇത് പറഞ്ഞു പോകില്ലാതെ ഉത്തരം വരുമോ? വരില്ല. ഈ സമയത്ത് സായിപ്പിന് മനസ്സിലായി നമ്മുടെ പക്കൽ ഇത് ഏൽപ്പിച്ചു കഴിഞ്ഞാൽ ഇതൊരു പരുവമാക്കും. സായിപ്പ് പണി പഠിച്ച 2 വിജ്ഞാനികളെ അടുത്തിരുത്തിക്കൊണ്ട് പരിപാടി അങ്ങോട്ട് തുടങ്ങിയില്ലേ. ഇതിലാരായി ചാത്തുമേനോൻ? കേട്ടോണം, ഈ ചാത്തുമേനോൻ ബൈബിൾ പരിഭാഷയ്ക്ക് ഇറങ്ങുന്നത് എല്ലാ ദിവസവും കുളിച്ച് ഭസ്മക്കുറി അണിഞ്ഞ് തിലകം ചാർത്തി ഇഷ്ടദേവതാ പൂജ കഴിഞ്ഞ് തുളസിക്കതിരണിഞ്ഞ് തൻ്റെ ശുദ്ധവൃത്തി വരുത്തി അങ്ങനെ വന്ന് കാൽമുട്ടും മടക്കി മുഴങ്കാലിലിരുന്നു കൊണ്ട് സരസ്വതീ കീർത്തനം കൂടെ ആലപിച്ചിട്ടാണ് ബൈബിളിൻ്റെ പരിഭാഷയിലേക്ക് കടക്കുന്നത്. മനസ്സിലായോ? ഒരു മനുഷ്യൻ ഈ പുസ്തകം പരിഭാഷയോട് കാണിച്ച ആദരവ് കണ്ടോ? നിങ്ങൾക്ക് താല്പര്യമില്ല. നിങ്ങൾ ഈ ഇലക്ട്രിസിറ്റിയുടെ ബില്ലും ആധാർ കാർഡും എല്ലാം സൂക്ഷിക്കുക ഈ പുസ്തകത്തിൽ. ആ സമയത്ത് അദ്ദേഹം ചെയ്ത് കണ്ടോ? എത്ര ആദരവോടാണെന്ന് കൈകാര്യം ചെയ്തേ. എന്നിട്ട് അദ്ദേഹം പദങ്ങളിങ്ങനെ അടുക്കി വെക്കുമ്പോൾ വിചാരിച്ചു, വായിച്ചു വരുമ്പോൾ മനസ്സിലാക്കി ഇതിനുള്ളിൽ ഒരു യേശുവുണ്ട്. അദ്ദേഹം യേശുവിനെ അവഗണിക്കാതെ പറഞ്ഞു, ക്രിസ്തുവേ, അങ്ങും ഒരു ദേവനാണ്, ഞാൻ അങ്ങയെയും പൂജിക്കുന്നു എന്ന് പറഞ്ഞ് ക്രിസ്തു ഭഗവാൻ എന്ന് യേശുവെ വിളിച്ചു. ചാത്തുമേനോൻ. ആരായി ചാത്തുമേനോൻ? സംസ്കൃത മലയാള ഭാഷകൾ ഇടതടവില്ലാതെ പ്രയോഗിക്കുന്ന ഉജ്ജ്വലനായൊരു വാഗ്മി. ഞാൻ ഈ അടുത്ത കാലത്ത് ഈ സൈമൺ സാറിനെ കുറിച്ചൊക്കെ ഉള്ള ചില വിശകലനങ്ങളിങ്ങനെ നിൽക്കുന്ന കാലമാണ്. അപ്പോൾ നമ്മളാകെ കേട്ടിരിക്കുന്ന സൈമൺ സാറിൻ്റെ പാട്ടുകളിലെ മേലുള്ള ഋഷിലേമൊക്കെയാണ് കേട്ടിരിക്കുന്ന ഭാഷാപരമായിട്ട് ഏറ്റവും ഉയർന്ന നിലവാരത്തിൽ. മേലുള്ള ഋഷിലേമേ, കാലമെല്ലാം കഴിയുന്ന നാളിൽ തന്നെ ചേർക്കണേ നിൻ കൈകളിൽ, നാദാ ലളിത കൃപയുടെ വരിശം അനുദിനം അനുഭവിപ്പാൻ അരുളണേ കൃപയാ, ആകും ഈ സാധുവാകും പുഷ്പമാം സാധു നൈതലിൽ, നിൻ്റെ പാലനമല്ലാതെ എന്തി പൈതലിൽ. ഇതൊക്കെയാണ് കേട്ടേക്കുന്നതെങ്കിൽ സംസ്കൃതത്തിൽ മലയാളത്തിൽ ഇടതടവില്ലാത്ത പ്രയോഗം കൊണ്ട് ഒരു ഉജ്ജ്വല വാഗ്മിയായിരുന്നു ഈ ചാത്തുമേനോൻ. മേനോൻ നമ്പ്യാരുടെ കൃതികളിൽ, മഴമംഗലത്തിൻ്റെ കൃതികളിൽ, കുഞ്ചൻ നമ്പ്യാരുടെ കൃതികളിൽ അവഗാഹമുള്ളൊരു പണ്ഡിതൻ. പദപ്രയോഗങ്ങൾ ആരംഭിച്ചാൽ നിർത്താൻ കഴിയാത്ത വിധം കിലോമീറ്റർ കണക്കിന് എഴുതിപ്പോകുന്നൊരു വിജ്ഞാന പടുവിനെ കൊണ്ടാണ് ഈ പുസ്തകം എഴുതിച്ചത്. പരിഭാഷ അങ്ങോട്ട് തുടങ്ങി. അത് കഴിഞ്ഞിട്ട് എഴുതി വരുമ്പോൾ കൊലോസ്യർക്കെഴുതിയ ലേഖനത്തിലേക്കെത്തി. കൊലോസ്യർക്കെഴുതിയ ലേഖനത്തിലേക്കെത്തുമ്പോൾ അതുവരെ ഉണ്ടായിരുന്ന ചാത്തുമേനോൻ്റെ ചിന്താഗതിയിൽ വലിയൊരു മാറ്റം. എന്താണ് ആ മാറ്റം? അദ്ദേഹം കൊലോസ്യ ലേഖനത്തിൽ ഒരു യാഥാർത്ഥ്യം കണ്ടു. ക്രിസ്തുവിനെ കുറിച്ചുള്ള ഒരു പ്രയോഗം കണ്ടു. ആ പ്രയോഗം എന്തിനാ? കൊലോസ്യ സഭയിൽ ജീവിച്ചിരുന്ന ആളുകൾക്ക് യേശു ക്രിസ്തുവിനെ കുറിച്ചൊരു സംശയം. ആരാണ് ഈ ക്രിസ്തു? കൊലോസ്യ സഭയിൽ 2 വിധ ചിന്തകൾ ഉടലെടുത്തു. കൊലോസ്യ സഭക്കാർ, അവിടുത്തെ വിശ്വാസികൾ ചിന്തിച്ചത്, യേശു എന്ന് പറയുന്ന ആളിന് ശരീരമില്ല.
നിങ്ങൾ കേൾക്കുന്നുണ്ടോ? ഞാൻ പറഞ്ഞല്ല, പിന്നെന്താ? കൊലോസയിലെ ആളുകൾ. യേശുവിന് ശരീരമില്ല, മറിച്ച് ശരീരമുണ്ടെന്ന് തോന്നിപ്പിക്കുകയായിരുന്നു, ശരീരമില്ല. ഞാൻ പറഞ്ഞല്ല, പിന്നെ ആരാ? കൊലോസ്യക്കാർ. യേശു ഒരു മായാവി കണക്കോ ഭാണ്ഡം കണക്കോ ആയിരുന്നു, ബോഡിയില്ല. ശരിയാണോ അത്? ശരിയല്ല. അവൻ്റെ ശരീരമുണ്ട്, ഭാണ്ഡം കണക്കല്ല. പൗലോസ്ലീഗ അവർക്ക് തിരുത്തി കൊടുക്കുക, കൊലോസ്യരേ, നിങ്ങൾ മനസ്സിലാക്കും പോലെയല്ല. ആരാണ് ക്രിസ്തു? ആരാണ് ക്രിസ്തു എന്ന ചോദ്യം പൗലോസ് കൊലോസ്യർക്ക് പരിഹരിച്ചു കൊടുക്കുകയാണ് ആ ലേഖനത്തിലെങ്കിൽ, ആ ലേഖനത്തിൻ്റെ പരിഭാഷയിലേക്ക് ചാത്തുമെനോൻ പ്രവേശിച്ചു. കൊലോസ്യരുടെ ചോദ്യം, പൗലുസേ, ആരാണ് ഈ ക്രിസ്തു? പറയൂ. പൗലുസിന്റെ മറുപടി, കൊലോസ്യരെ അറിയുക, ആരാണ് ഈ ക്രിസ്തു? അവൻ അദൃശ്യനായ ദൈവത്തിന്റെ പ്രതിമ, സകല സൃഷ്ടിക്കും ആദ്യജാതൻ. വാഴ്ചകളാകട്ടെ അധികാരങ്ങളാകട്ടെ സകലവും അവൻ മുഖാന്തരം സൃഷ്ടിക്കപ്പെട്ടു. അവനിലല്ലോ ദൈവത്തിന്റെ സകല സമ്പൂർണതയും ദേഹരൂപമായി വസിക്കുന്നത്. ആ പരിഭാഷ തീരുമ്പോഴേക്കും ചാത്തുമേനോൻ ലോകത്തോട് വിളിച്ചു പറഞ്ഞു, യേശു കേവലം ഒരു ദേവനല്ല, അവൻ അനേക ദേവസങ്കല്പങ്ങളിൽ ഒരാളുമല്ല, ബഹുസഹസ്രം കോടി വരുന്ന അതീന്ദ്രിയ ശക്തികളിൽ ഒരു വ്യക്തിയുമല്ല, മറിച്ചവൻ ആത്യന്തികനായ ദൈവം. ഈ ലേഖനം എഴുതി പരിവസാനിപ്പിക്കുമ്പോൾ അദ്ദേഹം ഉലകത്തോട് വിളിച്ചു പറഞ്ഞു, മറ്റൊരുവനിലും രക്ഷയില്ല. ഞാൻ രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറെ ഒരു നാമവുമില്ല, യേശു മാത്രം രക്ഷിതാവെന്നെഴുതിക്കൊണ്ട് നിമജ്ജന സ്നാനം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്വീകരിച്ചുകൊണ്ട് സായിപ്പദ്യത്തിൻ്റെ പേര് വിട്ടു, ജോസഫ് ഫെൻ. മനസ്സിലാകുന്നോ? ഈ ജോസഫ് ഫെന്നിൻ്റെ അനുഗാമികളായ മേനവന്മാർ വൻതോതിൽ ക്രിസ്തുവിശ്വാസം സ്വീകരിച്ചു അക്കാലത്ത്. ഇവരാണ് പേരിനു ചേർത്ത് പിള്ള എന്നു പേരുള്ള ക്രിസ്ത്യാനികൾ. ചാണ്ടപ്പിള്ള, പൈലിപ്പിള്ള, ചാക്കോ പിള്ള, കുഞ്ഞംപിള്ള, തൊമ്മൻപിള്ള എന്ന് കേൾക്കുമ്പോൾ ഓർക്കണം, ചാത്തു മേനോൻ്റെ അനന്തരാനുഗാമികൾ, ആയിരക്കണക്കിനായ ആളുകൾ ദൈവപുരുഷന്മാരുടെ കരങ്ങൾക്ക് കീഴിൽ സ്നാനമേറ്റ് യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ചു. ഹല്ലേലൂയ. അതുകൊണ്ടൊന്ന് ഞാൻ പറയാം, ഇത് മതപരിവർത്തനമായിരുന്നില്ല. ദൈവത്തിൻ്റെ ആത്മാവ് ഹൃദയാന്തർ ഭാഗത്തോടപെട്ട് പാപത്തെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധ്യപ്പെടുത്തിയപ്പോൾ, ഉള്ളിൻ്റെ ഉള്ളിൽ ബോധ്യപ്പെടുത്തി കൊടുത്ത ആ പാപബോധം എത്തിപറഞ്ഞു ഉപേക്ഷിച്ചപ്പോൾ കരുണ ലഭിച്ചവൻ്റെ പ്രഖ്യാപനമാണ് മാനസാന്തരത്തിലേക്ക് അവനെ നയിച്ചതെങ്കിൽ ഇന്നും അത് തുറന്നുകൊണ്ടിരിക്കുന്നു. തങ്ങൾ ഏകാഗ്രചിത്തന്മാർക്ക് തന്നെത്താൻ ബലവാനെന്ന് കാണിക്കേണ്ടതിന് ഊടാടി സഞ്ചരിക്കുന്ന ദൈവത്തിന്റെ കണ്ണികൾ ഇന്ന് രാത്രി അകത്തും പുറത്തു വരുന്ന ഈ വചനം കേൾക്കുന്നവർ മീതെ പതിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ദൈവം വേണ്ടവരെ അവിടുന്ന് സ്പർശിച്ചു കൊണ്ടിരിക്കുന്നു. ആ സ്പർശനം മാനസാന്തരമായി വിശ്വാസത്തിന്റെ അഭിവൃദ്ധിയായി ഇന്നും അവൻ തുറന്നുകൊണ്ടിരിക്കുന്നു. നമുക്ക് വചനത്തിലേക്ക് മടങ്ങി വരാം.